ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് UX മേഖല. ഏത് ഫീൽഡ് ആയാലും UX, അതായത് പ്രൊഡക്റ്റ് ഡിസൈനിങ്ങിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ടെന്നുള്ള ഒരു സത്യാവസ്ഥ മനസ്സിലാക്കുക. അതായത് ഈ വരുന്ന ഒരു കാലങ്ങളിൽ ഈ ഒരു ജോലിക്ക് നല്ല സാധ്യത ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ ഈ ഒരു സ്കില്ല് സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ പരിശ്രമിച്ചു. പെരിന്തൽമണ്ണയിലെ ന്യൂറോബോട്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ച് അറിയാനിടയായി. അപ്പോൾ ഞാൻ അവരുമായി കോൺടാക്ട് ചെയ്തപ്പോൾ അറിയാൻ പറ്റിയത് അവർ UX ഇന്റേൺഷിപ്പ് ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആരും ഉറപ്പിച്ചു ഇവിടെ പെരിന്തൽമണ്ണ ന്യൂറോബോട്ട്സ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ UX ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഒരു പ്രത്യേക ഒരു കമ്പനിയിൽ ഇരുന്ന് ഒരു വർക്കിംഗ് ടൈം വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡ് അല്ല ഇവിടെ ഉള്ളത്. നമ്മൾ കുറെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്തിട്ട് ചില്ല് ചെയ്യുന്ന മാതിരിയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ റിയൽ വേൾഡ് പ്രൊജക്റ്റിൽ ഡിസൈൻ, അതായത് ഒറിജിനൽ വർക്കിലാണ് നമ്മൾ ഇവിടെ ചെയ്ത് പഠിക്കുന്നത് തന്നെ. ഡിസൈനേഴ്സിന്റെ കൂടെ ഇരുന്നിട്ട് തന്നെ നമുക്ക് ഡിസൈനിങ് പഠിക്കാനുള്ള ഒരു അവസരം അത് ന്യൂറോബോട്ട്സ് തരുന്നുണ്ട്. 100 ലെവൽസ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മളൊരു പക്ക UX ഡിസൈനർ ആകുമെന്ന് പറയുന്നില്ലെങ്കിലും ഏകദേശം നമ്മൾ UXന്റെ എല്ലാ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നേടിക്കഴിഞ്ഞിരിക്കും. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്ത കമ്പനിയിൽ തന്നെ ഞാൻ 2 മാസത്തിന് ശേഷം ഞാൻ പ്ലേസ്മെന്റ് അവിടെ എനിക്ക് തന്നു. അതെന്നെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമായിരുന്നു. കാരണം നമ്മൾ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ജോലി പഠിച്ചു കഴിഞ്ഞ സ്കിൽ അക്വയർ ചെയ്താൽ തന്നെ കമ്പനി ലെവലിൽ എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് അതിന് കിട്ടൂല. ഒരു കമ്പനിയിൽ പെട്ടെന്ന് ജോലി കാര്യങ്ങൾ കിട്ടിക്കോണമെന്നില്ല. തീർച്ചയായും നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാകും UX എന്താണ്, അതിന് ജോലി സാധ്യത എന്താണുള്ളത്. കാരണം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമ്പനിയിൽ എന്തായാലും ജോയിൻ ചെയ്തതിനു ശേഷം നിങ്ങൾ വർക്ക് ചെയ്യണം.